Good morning. Good morning, sir. Good morning. എങ്ങനെയുണ്ട്? സീരീസ് 1 പഠിക്കാൻ തുടങ്ങിയാ? നന്ദന പ്രദീപ് ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞോ? സാർ കഴിഞ്ഞിട്ടില്ല. സോ ഇമ്പോർട്ടൻ്റ് പാർട്സ് ഒക്കെ ഞാൻ പലർക്കായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരും. എങ്കിലും കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്. സെമസ്റ്റർ എക്സാമിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട്, പാർട്സ് ഉണ്ട്. അത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. സോ പ്രോബ്ലം സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 6 മാർക്കും 4 മാർക്കൊക്കെ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റും. ജസ്റ്റ് മാത്തമാറ്റിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ തന്നെ. സ്വരാഗ് ഒക്കെ പഠിക്കാൻ തുടങ്ങിയോ? ചെറുതായിട്ട്. റിയ ഫാത്തിമ പഠിച്ചു കഴിഞ്ഞാ? ഇല്ല, പഠിച്ചോണ്ടിരിക്കുന്നു. നന്ദന ടി വി ഇപ്രാവശ്യം ഫിസിക്സ് പഠിക്കുവോ? അക്രോസ്റ്റിക്സ് പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഓരോരുത്തരോട് ചോദിക്കുന്നില്ല, എല്ലാവർക്കും അവരവർക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കുക. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന 5th മൊഡ്യൂളിലെ ലേസറിനെ കുറിച്ചായിരുന്നു. സോ വാട്ട് ഈസ് ലേസർ, വാട്ട് ഈസ് ദ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ലേസർ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്കതിൻ്റെ ബാക്കി കുറച്ച് പാർട്ടും കൂടി ഡിസ്കസ് ചെയ്യാം ഈ അവർ. എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിയത എന്താണ്? ലേസറിന്റെ ഫുൾ ഫോം എന്താ? നിയത ലേസറിന്റെ ഫുൾ ഫോം ഓഫ് ലേസർ. Light amplification by stimulated emission of radiation. അതാണ്. സോ കുറഞ്ഞ പക്ഷം ഈ മൊഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ ലേസറിന്റെ ഫുൾ ഫോം എങ്കിലും അറിഞ്ഞിരിക്കണം. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. Okay, now what is a laser? Laser എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by a laser? ആശംസിന്റെ ക്ലാസ്സിലാണ്. ആശം സബ്സെന്റ് ആണെങ്കിൽ ഓക്കെ. നന്ദസ്വരൂപ് എന്താ പറയുക? ലേസർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ലേസർ? നന്ദസ്വരൂപ് കേൾക്കുന്നില്ല? നന്ദസ്വരൂപ് ക്ലാസ്സിലില്ല, ഞാൻ കണ്ടിരുന്നല്ലോ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഹുദ ഷംസുദ്ദീൻ ക്ലാസ്സിലുണ്ടോ? ഹുദ ഓക്കെ, വെയിറ്റ്, ഞാൻ ക്ലാസ്സിലുള്ളവരുടെ ലിസ്റ്റ് നോക്കട്ടെ. ഹുദ ക്ലാസ്സിലുണ്ടല്ലോ, ഹുദ ഷംസുദ്ദീൻ ക്ലാസ്സിലുണ്ട്. ഹുദ, വാട്ട് ഈസ് എ ലേസർ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്ക് അറ്റൻഡൻസ് ഇടൂല, അത് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പ്രീവിയസ് ഇന്നലത്തെ മിനിയാത്തെ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുത്ത് നോക്കാം. ദാറ്റ്സ് ഇറ്റ്. ഹുദ ഷംസുദ്ദീൻ, വാട്ട് യു മീൻ ബൈ എ ലേസർ? ഹലോ, ഇല്ല. ഓക്കെ, ഫാത്തിമ സൂഫി
അല്ലേ ഫാത്തിമായൻ? Sir. ലേസർ എന്ന് പറഞ്ഞാൽ what do you mean by Laser laser? is a powerful device to produce intense, monochromatic, coherent, and unidirectional bright light. Thank you. That's it. Laser means it is a light producing equipment. എങ്ങനെയുള്ള ലൈറ്റ് ആണ്? Intense, monochromatic, unidirectional, coherent, bright light produce ചെയ്യുന്ന ഒരു equipment ആണ് ലേസർ. So what do you mean by monochromaticity? അങ്ങനെയാണെങ്കിൽ monochromaticity എന്ന് പറഞ്ഞാൽ എന്താണ്? കീർത്തന ലക്ഷ്മി, what do you mean by monochromaticity? 10 ആംസ്ട്രോങ്ങിന് കുറവായിട്ടില്ല. എന്ത് 10 ആംസ്ട്രോങ്ങിന് കുറവായിട്ടുള്ളത്? വേവ് ലെങ്ത് സ്പ്രെഡ്. ഓക്കെ, വേവ് ലെങ്ത് സ്പ്രെഡ് 10 ആംസ്ട്രോമിന് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ വേവ് ലെങ്ത് സ്പ്രെഡ് 0 ആണെങ്കിൽ, ഓർ if wavelength, if the laser source has single wavelength, ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് സിംഗിൾ വേവ് ലെങ്ത് ആണെങ്കിൽ, ഒറ്റ വേവ് ലെങ്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ if it is a single color, ഒറ്റ കളർ ആണെങ്കിൽ, we can say that is monochromatic. ഓക്കെ, സോ അതാണ് ലേസർ ബീമിന്റെ ചില പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഡയറക്ഷനാലിറ്റി, മോണോക്രോമാറ്റിസിറ്റി, ഫോക്കസിങ് ആൻഡ് കൊളിമേറ്റിംഗ് പവർ, കൊഹറൻസ്, ഹൈ ഇന്റൻസിറ്റി. നൗ വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലേസർ? ലേസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഇൻസൈഡ് ആൻ ആറ്റം, ആറ്റത്തിന്റെ എനർജിയെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ പഠിച്ചു. ഫസ്റ്റ് വൺ വാസ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. എന്താ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ? ലയനം. എന്താ അബ്സോർപ്ഷൻ? വാട്ട് ഡു യു മീൻ ബൈ അബ്സോർപ്ഷൻ? എക്സ്റ്റേണൽ എനർജി സപ്ലൈ ചെയ്യുമ്പോൾ ആറ്റം അബ്സോർബ് ചെയ്യും, അന്നേരം എനർജി എക്സൈറ്റ് ചെയ്യുന്ന. എക്സ്റ്റേണൽ എനർജി സപ്ലൈ ചെയ്യുമ്പോൾ ആറ്റം എന്ത് ചെയ്യും? ആറ്റം എക്സൈറ്റ് ആവും, എനർജി അബ്സോർബ് ചെയ്യും. ആൻഡ് ഇറ്റ് ഗെറ്റ് ആറ്റം ജംപ്സ് ലോവർ എനർജി ടു ഹയർ എനർജി സ്റ്റേറ്റ്. Yeah, that is absorption. Correct. Now what is spontaneous emission? അങ്ങനെയാണെങ്കിൽ spontaneous emission, absorption എന്താണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ എന്താണ് spontaneous emission? ഷബീബ്. സ്പോണ്ടേനിയസ് എമിഷൻ എന്താണെന്ന് അറിയോ? സ്പോണ്ടേനിയസ് എമിഷൻ കേട്ടിട്ടേ ഇല്ല. ഷിബിലി ഉണ്ടോ ഇവിടെ? ഓക്കെ, അറിയില്ല. നന്ദസ്വരൂപ് ആൻഡ് ഹുദ ഷംസുദ്ദീൻ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതെ നിങ്ങൾക്ക് അറ്റൻഡൻസ് തരൂല. നിങ്ങളുടെ ചോയ്സാണ്. എന്താ റിയ സാഹി, എന്താ സ്പോണ്ടേനിയസ് എമിഷൻ? വാട്ട് യു നോ അബൌട്ട്? ടൈമില് ആറ്റംസ് സഡനായിട്ട് ജമ്പ് ചെയ്യുന്ന, അല്ലാതെ ലോവർ എനർജിയിലേക്ക് ജമ്പ് ചെയ്യുന്ന. ഒന്നും മനസ്സിലായിട്ടില്ല എങ്കിലും കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. സോ കൃത്യമായിട്ട് ആര് പറയും സ്പോണ്ടേനിയസ് എമിഷൻ? സോ ഞാൻ നന്ദസ്വരൂപിന് ഒരു ചാൻസും കൂടി തരാം റെസ്പോണ്ട് ചെയ്യാൻ. നന്ദസ്വരൂപിന് അറിയോ വാട്ട് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ? നന്ദസ്വരൂപ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നന്ദസ്വരൂപ് ജോയിൻ ചെയ്ത് വെച്ചിട്ട് എവിടെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അറ്റൻഡൻസ് തരാൻ പറ്റില്ല. ഓക്കെ, വാട്ട് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ? എന്താ ഫർസാന, നിനക്കറിയോ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഫർസാൻ, do you know what is spontaneous emission? Atom high energy lower energy. Yeah, correct. That's it. Spontaneously, normally ഒരു ആറ്റം ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് അതിന്റെ എനർജി കുറയ്ക്കുന്നതിനാണ്, അല്ലെങ്കിൽ എനർജി ട്രാൻസിഷൻ നടത്തുന്നതിനാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ
എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ്, ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, അത് എനർജി എമിറ്റ് ചെയ്യും ഇൻ ടേംസ് ഓഫ് ഫോട്ടോൺ ഓർ ലൈറ്റ് റേഡിയേഷൻ. അതിനാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. Now, at last, നമ്മൾ എന്ത് പഠിച്ചു? Stimulated emission, which is working principle behind laser. Now, what is stimulated emission? Abhinav, stimulated emission, അറിയൂ? Sir, Stimulated emission. ഓർമ്മയില്ല. Stimulated emission. Nandana TV, stimulated emission. ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ടാണല്ലോ പിന്നെ ഹയർ എനർജി ലെവലിൽ എത്തുക. അന്നേരം എച്ച്മ്യൂ അടുത്തതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിൽ എത്തുക. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന കുറെ എച്ച്മ്യൂ പാസ് ചെയ്യും. അങ്ങനെ നമുക്കൊരു ഐഡിയ ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ് ഐഡിയ ഇല്ല. ദാറ്റ്സ് ദ പോയിന്റ്. വേറെ ആർക്കാ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ആർക്കാ? നിഹ, പറയാൻ പറ്റുമോ വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? നിഹ രാജു. External photon is incident on the excited atom and stimulates it to jump from high energy level to lower energy level. External photon is necessary for stimulated emission. ഇതെവിടെ നോക്കി വായിച്ചാണ്? മറ്റേ ഡിഫറൻസ് പറഞ്ഞിട്ടില്ലേ അത്. ഓക്കെ. സോ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫോട്ടോൺ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. എന്തിനെ? ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ആറ്റംസിന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് എനർജി ട്രാൻസിഷൻ നടത്താൻ, അല്ലെങ്കിൽ ജമ്പ് ചെയ്യാൻ, E2 നിന്ന് E1ലേക്ക് ജമ്പ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. സോ അങ്ങനെ ഒരുപാട് ആറ്റംസ് അങ്ങനെ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ചെയിൻ റിയാക്ഷൻ പോലെ നടന്നു കഴിഞ്ഞാൽ ഈ മീഡിയത്തിൽ ഒരുപാട് ഫോട്ടോൺസ് ബിൽഡപ്പ് ചെയ്യും. ഓർ വി ക്യാൻ സേ there will be so many photons or radiation inside this medium. ഇതിനെ നമുക്ക് കൃത്യമായി ഡയറക്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ we can produce a laser light. Now, നമ്മൾ ലേസറിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് പഠിച്ചു, ലേസർ ബീമിന്റെ. And next we studied about what is the basic working principle behind a laser. Now we are going to study about what are the major components of laser. ലേസർ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ലേസർ ഉണ്ട്. സോ നിങ്ങൾ ഇനി പഠിക്കാൻ പോകും റൂബി ലേസർ, ഹീലിയം നിയോൺ ലേസർ, ഗ്യാഷ്യസ് ലേസർ, സോളിഡ് ലേസേഴ്സ്, സെമി കണ്ടക്ടർ ലേസേഴ്സ്, അങ്ങനെ പല ലേസേഴ്സും പഠിക്കും. ബട്ട് എവറി ലേസർ ഹാവ് സം ഓഫ് ദി ബേസിക് കോമ്പോണൻസ്. ഏതൊരു ലേസറിനും ചില ബേസിക് കോമ്പോണൻസ് ജനറൽ ആണ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സം ഓഫ് ദം. ഫസ്റ്റ് വൺ ഈസ് എനർജി സോഴ്സ്. വി വാണ്ട് ആൻ എനർജി സോഴ്സ് in order to excite atoms to higher energy levels. This energy is used for achieving population inversion. We already discussed that in a normal bunch of atoms, or normal mediatil, normal active mediatil, the most number of particles will be in E1 or lower energy state. ഭൂരിഭാഗം ആറ്റംസും എവിടെയായിരിക്കും? ലോവർ എനർജി സ്റ്റേറ്റിലായിരിക്കും. കാരണം എന്താണ്? It is the nature of objects, behavior of natural objects. In order to energy low ആവാനുള്ള ഒരു ടെൻഡൻസി എല്ലാ പാർട്ടിക്കിൾസിനുണ്ട്. സോ ആറ്റംസ് at thermodynamically at equilibrium E1 എന്ന എനർജി സ്റ്റേറ്റിലായിരിക്കും. പക്ഷേ ലേസർ ആക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? These atoms should be pumped or transferred. എന്ത് ചെയ്യണം? E1 നിന്ന് E2ലേക്ക് ജമ്പ് ചെയ്യണം. എന്നിട്ടല്ലേ തിരിച്ച് E2 നിന്ന് E1ലേക്ക് ജമ്പ് ചെയ്യുമ്പോഴല്ലേ ലേസർ ആക്ഷൻ നടക്കുന്നത്. So in order to produce this lasing action, we want to carry on population inversion. എന്ത് ചെയ്യണം? ഇതിലുള്ള ഒരുപാട് ആറ്റത്തിന് നമുക്ക് എന്ത് ചെയ്യണം? E2ലേക്ക് എത്തിക്കണം. That is population inversion. And the mechanism in order to achieve population inversion is called pumping. സോ ഈ പമ്പിങ് ചെയ്യണമെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പമ്പിങ് നിങ്ങൾ ഇന്നലെ പഠിച്ചു. ഒപ്റ്റിക്കൽ പമ്പിങ്,
കെമിക്കൽ പമ്പിങ്. സോ ഈ എല്ലാ പമ്പിങ്ങിനും ആവശ്യമായ ഒരു പ്രോപ്പർട്ടി എന്താ? ഇറ്റ് റിക്വയർസ് എനർജി. അത് ഒരു എനർജി സോഴ്സ് ആവശ്യമാണ്. സോ ഇഫ് ദിസ് ഈസ് ഇലക്ട്രോ പമ്പിങ്, ദാറ്റ് മീൻസ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പമ്പിങ്. അങ്ങനെയാണെങ്കിൽ എന്താ? ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് വി ആർ അപ്ലൈയിങ് ഇലക്ട്രിക്കൽ എനർജി. ഒപ്റ്റിക്കൽ പമ്പിങ് ആണെങ്കിൽ എന്താ? ലൈറ്റ് എന്ന് പറയുന്നത് ഫ്ലാഷ് ചെയ്യുന്നത്, ലൈറ്റ് ഈസ് ഫ്ലാഷിങ്, ഈ ഒരു E1 എന്ന ലോവർ എനർജി സ്റ്റേജിൽ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് എനർജി നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ഓർ തെർമൽ പമ്പിങ്, ഹീറ്റ് ചെയ്യാണ്, ഉള്ള ആറ്റംസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എനർജി കൂടി. സോ E1 to E2 ട്രാൻസിഷൻ, എനർജി ട്രാൻസിഷൻ ടേക്സ് പ്ലേസ്. സോ ദാറ്റ് ഈസ് തെർമൽ പമ്പിങ്. അതിനെന്താ? ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യണം. സോ ഇൻ ഓർഡർ ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ, ഹയർ എനർജി സ്റ്റേറ്റിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി we want to supply energy. So in every laser, one of the basic component or one of the important component is energy source. Population inversion achieve ചെയ്യാൻ വേണ്ടി നമുക്ക് എനർജി സോഴ്സ് അത്യാവശ്യമാണ്. So that is given ടെക്സ്റ്റിലെ പേജ് നമ്പർ 234. ജസ്റ്റ് അതിൽ കൺസ്ട്രക്ഷൻ ആൻഡ് കമ്പോണൻസ് ഓഫ് ലേസർ അത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വാസ് എനർജി സോഴ്സ് എന്ന പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ദാറ്റ്. ഒരു 3 മിനിറ്റ് കൊണ്ട് അതൊന്ന് വായിച്ചു നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ വാട്ട് ഈസ് എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ലേസറിനും, ഇഫ് ഇറ്റ് ഈസ് ഗ്യാഷ്യസ് ലേസർ, സോ സോളിഡ് ലേസർ ഓർ എനി ടൈപ്പ് ഓഫ് ലേസർ, ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ആൻ എനർജി സോഴ്സ്. കാരണം പോപ്പുലേഷൻ ഇൻവേർഷൻ വേണം. E2 എന്ന ഹൈ എനർജിയിൽ, അല്ലെങ്കിൽ വി വാണ്ട് എ ഹൈ ഡെൻസിറ്റി ഓഫ് ആറ്റംസ് ഇൻ ഹയർ എനർജി ലെവൽ. എങ്കിൽ മാത്രമേ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ E2 നിന്ന് E1ലേക്ക് തിരിച്ച് ജമ്പ് ചെയ്യാൻ E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിൽ ആറ്റംസ് വേണം. സോ ഇതിനോട് സാധാരണഗതിയിൽ ഹയർ എനർജി സ്റ്റേറ്റിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. സോ എന്ത് ചെയ്യണം? വി വാണ്ട് ടു പമ്പ് ആറ്റംസ് ഫ്രം ലോവർ എനർജി ലെവൽ, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് പമ്പ് ചെയ്യണം. സോ ഇൻ ഓർഡർ ടു പമ്പ് ഓർ ഇൻ ഓർഡർ ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ, വി നീഡ് an energy source. If that is thermal pumping, using a thermal pumping ആണെങ്കിൽ we are applying heat energy. ഇനിയല്ല, if we are processing optical pumping, light energy സപ്ലൈ ചെയ്യുന്നു. ഇനി ഇലക്ട്രിക് പമ്പിംഗ് ആണെങ്കിൽ, or if we are using ഇലക്ട്രിക് ഡിസ്ചാർജ് ഓർ ഇലക്ട്രിക്കൽ പമ്പിംഗ്, എന്താ? നമ്മൾ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നു. സോ ഏതെങ്കിലും വിധത്തിൽ എനർജി കൊടുത്ത് എന്ത് ചെയ്യുന്നു? പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നു. സോ എനർജി സോഴ്സ് ഈസ് എ ബേസിക് കമ്പോണന്റ് ഓഫ് എവരി ലേസർ.
അപ്പോൾ വായിച്ചു നോക്കാം എനർജി സോഴ്സിന്റെ പാർട്ട്. അതിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എനർജി സോഴ്സ് ടെക്സ്റ്റിലെ പേജ് നമ്പർ 234. പേജ് നമ്പർ 234. അതിൽ M1 M2 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. വാട്ട് ഈസ് M1 ആൻഡ് M2. Okay. Next thing is active medium. One of the important component of a laser is active medium or mixing medium. What is active medium? Active medium is the region in a laser where the laser action takes place. It may be solid, liquid, or gas. നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തപ്പം we discussed stimulated emission is the basic working principle of a laser. ലേസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? സ്റ്റിമുലേറ്റഡ് എമിഷൻ ആയിരുന്നു. ആൻഡ് ദിസ് നമ്മൾ പറഞ്ഞു ആദ്യം എന്താ, വി ആർ ടേക്കിംഗ് എ ബഞ്ച് ഓഫ് ആറ്റംസ്. ഒരു ബഞ്ച് ഓഫ് ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ഈ ബഞ്ച് ഓഫ് ആറ്റംസ് ആണ്, അല്ലെങ്കിൽ ഈ ലേസിംഗ് ആക്ഷൻ, എനർജി അബ്സോർപ്ഷനും എമിഷനൊക്കെ നടക്കുന്ന ദിസ് തിങ് ഓർ ദിസ് മീഡിയം or this part of material or this group of atoms is called active medium. So lasing action നടക്കുന്ന ഈ സ്ഥലത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? active medium. So again, active medium is the region where the laser action takes place. Based on which type of laser we are dealing with, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലേസർ ആണോ ഡീൽ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിന്റെ ഫേസിൽ മാറ്റങ്ങൾ വരും. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. And it is placed in between two reflecting mirrors facing each other. സാധാരണഗതിയിൽ എന്താണ് ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ the region, the location of active medium is between two reflecting mirrors facing each other. That means if this is active medium, then it is placed in between two reflecting mirrors facing each other. This is active medium. And it is placed between two reflecting mirrors. Reflecting mirrors facing each other. Facing each other. When energy is incident on atoms of this medium, they are excited to higher energy level to achieve population inversion. ഇവിടെയാണ് നമ്മൾ പറയുന്ന ആറ്റംസ് റിസൈഡ് ചെയ്യുന്നത്. ആക്റ്റീവ് മീഡിയത്തിലെ ആറ്റംസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സമയം പറഞ്ഞതൊക്കെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ആക്റ്റീവ് മീഡിയം. സോ നോർമലി ഇനീഷ്യലി എന്തായിരിക്കും? ഇനീഷ്യലി എ ലോട്ട് ഓഫ് ആറ്റംസ്, ഇതിൽ ഭൂരിഭാഗം ആറ്റംസിന്റെ എനർജി എന്തായിരിക്കും? മിനിമം ആയിരിക്കും, ഓർ E1 ഷുഡ് ബി E1 ഇനീഷ്യലി. അതായത് എക്സൈറ്റ് ചെയ്യിപ്പിക്കാത്തപ്പം ലോട്ട് ഓഫ് ആറ്റംസ് ഹിയർ ഹാവ് ആൻ എനർജി E1. പക്ഷെ നമ്മൾ ആദ്യത്തെ കമ്പോണന്റ് ആയ എനർജി സോഴ്സ് യൂസ് ചെയ്ത് എനർജി സപ്ലൈ ചെയ്യുമ്പോൾ, ഒപ്റ്റിക്കൽ പമ്പിങ്, ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഈ ഓരോ ആറ്റംസിന്റെയും അല്ലെങ്കിൽ ഭൂരിഭാഗം ആറ്റംസിന്റെയും എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ എന്ത് ചെയ്യും? E1 നിന്ന് എനർജി കൂടി E2 എത്തും. So when supplying energy or when achieving population inversion, നേരത്തെ E1 എന്ന എനർജി ഉണ്ടായിരുന്ന ആറ്റംസിന് ഇപ്പം എന്തോ മോസ്റ്റ് ഓഫ് ആറ്റംസ് will get an energy, or we can say literally we can say that they jump to higher energy state E2 from ground state E1. So population inversion is achieved in this active medium. So active medium എന്ന് പറയുന്നതാണ് this is the medium, or it is the part of laser which all this lasing action takes place. ഈ ആക്റ്റീവ് മീഡിയത്തിലെ ആറ്റംസ് ആണ് E1 എന്ന എനർജി ലെവലിലും ഗ്രൗണ്ട് സ്റ്റേറ്റിലും ഓൾസോ E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിലും ഇനി പഠിക്കാൻ പോകുന്ന മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സിലൊക്കെ റിസൈഡ് ചെയ്യുന്നത്. സോ
atoms which participates in lasing action resides in this active medium. Active medium atoms are lasing action participate. So active medium is an essential part in every laser. ഏത് ലേസർ എടുത്താലും ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നതാണ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട്. എനർജി കൊടുക്കുമ്പോൾ ആക്റ്റീവ് മീഡിയത്തിലെ ആറ്റംസ് എന്ത് ചെയ്യും? ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്നും ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എനർജി ട്രാൻസിഷൻ നടത്തും, അല്ലെങ്കിൽ സ്വയം അതിന്റെ എനർജി കൂടും. ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഇൻവേർഷൻ. or it is done through energy supply or pumping, whether it is optical pumping, thermal pumping or electrical pumping. Either type of pumping ആയിക്കോട്ടെ, energy is absorbed and they will reach an higher energy state. So this is the importance of active medium or lasing medium. അതും ടെക്സ്റ്റിലെ പേജ് നമ്പർ 234 സെക്കൻഡ് പാർട്ട് വായിച്ചു നോക്കാം. സോ ആക്റ്റീവ് മീഡിയം ഓർ ലേസിംഗ് മീഡിയം വായിച്ചു നോക്കുക. വായിച്ചു കഴിഞ്ഞിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. വായിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വായിച്ചു കഴിഞ്ഞൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഉച്ച കഴിഞ്ഞിട്ടുള്ള അവറിൽ ഉച്ച കഴിഞ്ഞിട്ട് ഫസ്റ്റ് അവർ മിക്കവാറും ഞാനായിരിക്കും. സോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ 3-4 മൊഡ്യൂളിന്റെ ജസ്റ്റ് റിവിഷൻ പോലെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് പോവാം. പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാം. സോ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാം.
So next part of laser is optical resonator. Or the last part of laser is നമ്മൾ ലേസറിന് 3 പ്രധാനപ്പെട്ട കോമ്പോണൻസ് ആണ് പഠിക്കുന്നത്. First one was energy source, second one was active medium, and third one is optical resonator. So active medium പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു active medium is placed in between two mirrors M1 and M2. പരസ്പരം ഫേസ് ചെയ്യുന്ന രണ്ട് മിറേഴ്സിനിടയിലായിരിക്കും ആക്റ്റീവ് മീഡിയം ഉണ്ടായിരിക്കാം. That means if this is active medium, then it is between two mirrors. That called, നമുക്ക് എന്ത് വിളിക്കാം? First mirror can be called as M1 and second mirror is called M2. And M1 is fully silvered. M1 is fully silvered. M1 is fully silvered. So what is silver? Silver is a reflecting material. So we can say M1 is fully reflecting or 100% reflecting mirror. And M2 is partially silvered. So we can say this is M2 mirror is partially silvered. So we can say this is 50% reflecting and 50% transmitting. So this is active medium. This is active medium. And this setup of mirrors in sides, active medium ends a mirror setup in an optical resonator. So what is optical resonator? So we know that lasing action takes place inside this active medium. Active medium lasing action. So what happens? Lasing action, when stimulated emission happens, thousands or a lot of photons is produced inside this active medium. Stimulated emission നടക്കുന്ന സമയത്ത് ആക്റ്റീവ് മീഡിയത്തിനുള്ളിൽ എന്ത് സംഭവിക്കും? ഒരുപാട് ഫോട്ടോൺസ് ബിൽഡപ്പ് ചെയ്യും. Or we can say thousands of photons are produced inside this active medium. And it is produced and directed in every direction. എല്ലാ ഡയറക്ഷനിലേക്കും ഫോട്ടോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. And this is M1 is fully silvered. So ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഈ എൻഡിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോൺ എന്ത് ചെയ്യും? It get reflected back. And here this M2 is partially silvered. So what happens? So ചിലതൊക്കെ റിഫ്ലക്ട് ചെയ്യും and most of the photons are gone out or transmitted out through this partially silvered or partially transmitting mirror M2, and we can call this is a laser beam. So എന്തിനാണ് ഒരു optical resonator വെച്ചിരിക്കുന്നത്? In order to direct a laser beam. ഒരു ലേസർ ബീമിനെ ഡയറക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒപ്റ്റിക്കൽ റെസോണേറ്റർ. സോ വാട്ട് ഈസ് ഒപ്റ്റിക്കൽ റെസോണേറ്റർ? ഇറ്റ് കളക്ട്സ് എല്ലാ ഡയറക്ഷനിലേക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫോട്ടോൺസിനെ കളക്ട് ചെയ്ത് ഒരു ഡയറക്ഷനിലേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ റെസോണേറ്റർ ആണ്. So that is the third point. The photons emitted during stimulated emission are shuffling between M1 and M2 thousands of times. Each time it is stimulating more and more excited atoms to come back to ground state. ഓരോ പ്രാവശ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഹയർ എനർജി ഉള്ള ആറ്റംസിനെ എന്തിനു സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു? ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റിംഗ് ദം ടു ഗോ ബാക്ക് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകാൻ E2 നിന്ന് E1ലേക്ക് ജമ്പ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. അത് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫോട്ടോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. And hence a large number of coherent and monochromatic photons or radiation or light is produced. So finally, the laser beam emerges out through the partially reflecting mirror M2. That is the basic working principle behind an optical resonator. So an optical resonator എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ we studied what are the basic components of a laser. First one, energy source. Energy source എന്തിനായിരുന്നു? Population inversion achieve ചെയ്യാൻ. E1ൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ഈ ആറ്റംസിനൊക്കെ പമ്പ് ചെയ്യാനാണ് എനർജി സോഴ്സ് ഉപയോഗിച്ചിരുന്നത്. സെക്കൻഡ് വൺ, ആക്റ്റീവ് മീഡിയം. എന്താണ് ആക്റ്റീവ് മീഡിയം? ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസിംഗ് ആക്ഷൻ, ഈ പറയുന്ന സ്റ്റിമുലേറ്റഡ് എമിഷൻ ഒക്കെ നടക്കുന്ന മീഡിയം ആറ്റംസ് എവിടെയാണോ ദാറ്റ് ഈസ് ആക്റ്റീവ് മീഡിയം. ആൻഡ് തേർഡ് വൺ ഈസ് ഒപ്റ്റിക്കൽ റെസോണേറ്റർ, അതായത് ലേസർ ബീമിനെ ഡയറക്ട് ചെയ്യാൻ, ഈ ഫോട്ടോൺസിനൊക്കെ കളക്ട് ചെയ്ത് ഒറ്റ ഡയറക്ഷനിലേക്ക് ഡയറക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന
equipment and optical resonator, or it is called as resonant cavity. So these are the basic components of a laser. So optical resonator, page number 235, on the white optical resonator, page number 235. In attendance, 1 മുതൽ 1. 2, 3 absent, 4. 5, 6. 7 absent, 8. 9. 10 absent. 11 ആണോ പറഞ്ഞപ്പം?